നിങ്ങൾക്ക് ഈ ഭൂലോകത്തിന്റെ സ്പന്ദനം എന്തിനാന്നറിയോ? ബിസിനസ്. അതിലാണ് ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇരിക്കുന്നത്. ബിസിനസ്സിലൊന്നുമില്ല, ബുദ്ധിയിലാണ് ഭൂഗോളത്തിന്റെ സ്പന്ദനം. ആ ബിസിനസ് ഉണ്ടെങ്കിലേ ബുദ്ധിയുടെ ഉപയോഗം ഉള്ളൂ. നീ ഇപ്പോഴത്തെ ബിസിനസ്സുകാരെ തന്നെ നോക്ക്. ബൺ മസ്ക്, എലോൺ മസ്ക് ആണോ? ആ മസ്ക്, പിന്നാര് മാർക്ക് സുക്ബർഗ്, ബാബു ആന്റണി, മണിയം പിള്ള രാജു, ഇവരൊക്കെ ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ ബിസിനസ് ചെയ്യുന്നത്. ചേടാ, മണിയം പിള്ള രാജു മമ്മൂട്ടിയൊക്കെ ബിസിനസ്സുകാരായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും നാള് സിനിമാ നടന്മാരായിരിക്കും. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്ത് വിഷം കഴിക്കാൻ പോന്നു? അല്ല, നമ്മൾ വീണ്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അടിപൊളി. ഞാൻ പോകും. നീ ഇവിടെ പോന്നടാ? പണ്ട് താസിഫെ നമ്മള് ബൺ മസ്ക് ഒരുമിച്ചിട്ട് പൊട്ടി, പിന്നെ കുലുക്കി സർബത്ത് ഇട്ട് ക്ലാസ് പൊട്ടുന്ന പോലെ പൊട്ടി. നിനക്ക് കണക്ക് കൂട്ടാ അറിയാവോ? 6 3 എത്ര? 63. 60 എത്രയായിരുന്നു? 65. ഇതാ കണക്കൂട്ടി അറിയത്തില്ല ഒരുത്തരും. എന്തോ നിന്റെ പ്ലാൻ? കേട്ടാ ഞെട്ടല്? ഇല്ല പറ. അന്നാ പിടിച്ചിരുന്നോ മെൻസർ? കേട്ടപ്പോഴേ പൊട്ടി. എന്തോടാ? എവിടെ ഇടാനാ പ്ലാൻ? ചിന്നക്കടയില്. വാ, 8 നിലയെ പൊട്ടി. ആസിഫേ, ഓ, ഇതും പൊട്ടും. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാൻ ഒരു സൂപ്പർ ഐഡിയ പറയാം. നമുക്ക് ജർമ്മനി പോകും. അതാകുമ്പോ നമുക്ക് പാർട്ട് ടൈമായി ജോലിയും ചെയ്യാം, നമുക്ക് കാശും വരാം. അത് സൂപ്പർ ഐഡിയ പ്രിയ. എനിക്ക് മലയാളം വായിക്കാൻ അറിയോ? ഇല്ല. കാരണം ഞാൻ 5 വരെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അന്നാ സാറിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ? ഇല്ല, കാരണം എനിക്ക് അവിടെയാണ് പണി കിട്ടിയത്. ഞാൻ 5ാം ക്ലാസ്സിന് ശേഷം പിന്നെ മലയാളം മീഡിയത്തിലോട്ട് കയറി. ഇപ്പൊ എഴുതാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല.